നാടിന്റെ വികസനത്തിന് കിഫ്ബിയുടെ പങ്ക് വളരെ വലുതാണെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. കിഫ്ബി നിലനിൽക്കുമ്പോൾ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ സഹായം ലഭിക്കും എന്നാണ് പ്രതീക്ഷയെന്നും പി പ്രസാദ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കിഫ്ബി വഴി കുതിച്ചുചാട്ടം. 25-50 കൊല്ലങ്ങൾക്ക് അപ്പുറം നടക്കേണ്ടുന്ന ഒരു കാര്യം ഇപ്പോൾ നടക്കുന്നു എന്നത് ചെറിയ കാര്യം അല്ല. നമുക്കൊരു വീട് നിർമ്മിക്കാൻ നിശ്ചിതമായ വരുമാനമൊക്കെ ഉണ്ട് എങ്കിലും വീട് നിർമ്മിക്കാൻ ആവശ്യമായ പണം മുഴുവൻ സ്വരുക്കൂട്ടി വെച്ചതിന് ശേഷം വീട് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിര വരുമാനക്കാരനെ കൊണ്ടുപോലും ചിലപ്പോൾ അതിന് 10-25 വർഷങ്ങൾ വേണ്ടിവരും. എന്നാൽ ഇപ്പോൾ തന്നെ ഒരു വായ്പ ലഭ്യമാക്കി വീട് വെക്കുകയും സ്ഥിര വരുമാനത്തിൽ നിന്ന് അത് അടച്ചു തീർക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരാവശ്യത്തെ ഇപ്പോൾ തന്നെ യാഥാർത്ഥ്യമാക്കിയെടുക്കാൻ കഴിയുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. ഇതാണ് കിഫ്ബിയിലൂടെ കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കിഫ്ബി ഫണ്ട് അഗ്രി പാർക്കുകൾക്ക് മുതൽക്കൂട്ടായിരുന്നു. അഗ്രി പാർക്കുകൾക്ക് കൂടുതൽ സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കിഫ്ബിയിലുണ്ട്. 5 അഗ്രി പാർക്കുകളാണ് മൊത്തത്തിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഒരെണ്ണം യാഥാർത്ഥ്യമാക്കി മറ്റുള്ളതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുകയാണ്. കിഫ്ബി നിലനിൽക്കുമ്പോൾ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ സഹായം നൽകാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നേരത്തെ തന്നെ നിശ്ചയിച്ച മറ്റ് അഗ്രി പാർക്കുകളുടെ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾക്ക് നീങ്ങാനും കഴിയും. മണ്ഡല വികസനത്തിന് കിഫ്ബി സഹായം 155 കോടിയിൽ അധികം രൂപ ചേർത്തല മണ്ഡലത്തിൻ്റെ വികസനത്തിന് മാത്രം ഈ ചെറിയ കാലയളവിൽ ലഭ്യമായിട്ടുണ്ട് എന്നിടത്തു നിന്നാണ് നാം ആ കണക്കുകളെ പരിശോധിക്കേണ്ടത്. ഇങ്ങനെ 140 മണ്ഡലങ്ങൾ, ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതയ്ക്കനുസരിച്ച് വികസന പ്രവർത്തനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നൊരു വാക്കുകൊണ്ട് മാത്രം നമ്മളതിനെ വിശേഷിപ്പിക്കുമ്പോൾ എത്രയോ അനേകായിരങ്ങൾക്കാണ്, ലക്ഷക്കണക്കായ മനുഷ്യർക്കാണ് അതിൻ്റെ പ്രയോജനം ഉണ്ടാവുന്നത് എന്ന് കൂടി നാം കണക്കിലെടുക്കേണ്ടതുണ്ട്. പുതിയ പാലങ്ങൾ, പുതിയ കെട്ടിടങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ, ആധുനിക സൗകര്യങ്ങൾ. മുട്ടം ബസാർ, എട്ടുപുരക്കൽ എന്നുള്ളത് 2 പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റോഡിൻ്റെ പേരാണ്. ഐതിഹാസികമായ പാരമ്പര്യമുള്ള, ചരിത്രമുള്ള വയലാർ പാലം ഇതേ റോഡിനകത്താണ് വരുന്നത്. ആ റോഡിൻ്റെ നിർമ്മാണത്തിനും നമുക്ക് പണം ആവശ്യമായി വന്നു. അതിനുവേണ്ടി 10 കോടി രൂപ ഇപ്പോൾ തന്നെ അനുവദിച്ചത് കിഫ്ബിയിൽ നിന്ന് മാത്രമാണ്. ചേർത്തലയിൽ 100 കൊല്ലം പഴക്കമുള്ള സ്കൂളുണ്ട്. 125, 150 എണ്ണം പറഞ്ഞ സ്കൂളുകൾ, നിരവധിയായ സ്കൂളുകൾ ചേർത്തലയിലുണ്ട്. കാലപ്പഴക്കത്താൽ അവയ്ക്ക് പലതിനും പുതിയ കെട്ടിടങ്ങൾ അത്യന്താപേക്ഷിതമായിരിക്കുകയാണ്. 12 കോടിയോളം രൂപയാണ് വിവിധങ്ങളായ സ്കൂളുകൾക്ക് ആധുനിക രീതിയിലുള്ള ക്ലാസ് മുറികൾ, കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കിഫ്ബിയിൽ നിന്നും സഹായം ലഭിച്ചത്. ആ പണം ലഭിക്കുമായിരുന്നില്ല എങ്കിൽ എത്രയോ കാലം ഇനിയും നമ്മൾ നോക്കിയിരിക്കണമായിരുന്നു.